നിങ്ങൾക്ക് അനങ്ങാൻ പറ്റില്ല. ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല, എണീറ്റോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഉറക്കത്തിന്റെയും ബോധമുള്ളൊരവസ്ഥയുടെയും ഇടയ്ക്കുള്ള ഒരു സ്റ്റേജ്. ശരീരം ഫ്രീസ് ആവുകയാണ്, കൈയോ കാലോ അനക്കാൻ പറ്റാത്ത അവസ്ഥ. സ്ലീപ്പ് പാരാലിസിസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള കുടുംബങ്ങളെയും ആരോഗ്യമുള്ള കുടുംബങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ശരീരവും മനസ്സും സമൂഹവും ഒരുപോലെ ആരോഗ്യമുള്ളതാക്കാം. ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യൂർ ഡിസീസസ്, ലെറ്റ്സ് സോൾവ് ദ റിയൽ പ്രോബ്ലംസ് ആൻഡ് റീഡിഫൈൻ ഹെൽത്ത് ടുഗദർ. ആദ്യം ആരോഗ്യം. പ്രധാനമായും 3 ചോദ്യങ്ങളാണുള്ളത്. വാട്ട്, വൈ ആൻഡ് ഹൗ. ഫസ്റ്റ്, എന്താണ് സ്ലീപ്പ് പാരാലിസിസ്? ബൈ ഡെഫിനിഷൻ, ഉറക്കത്തിന്റെയും ബോധമുള്ള അവസ്ഥയുടെയും ഇടയിൽ താൽക്കാലികമായി ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സ്ലീപ്പ് പാരാലിസിസ്. ആ സമയത്ത് നിങ്ങൾക്ക് കൈകാലുകൾ അനക്കാൻ സാധിക്കില്ല, സംസാരിക്കാനോ ഒച്ച വെക്കാനോ പറ്റാതെ വന്നേക്കാം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയേക്കാം. അത് കാഴ്ചയിലൂടെ ആവാം, അത് കേൾവിയിലൂടെ ആവാം, ടച്ച് ആവാം, നെഞ്ചിൽ വലിയൊരു ഭാരം അല്ലെങ്കിൽ പ്രഷർ ഫീൽ ചെയ്യാം. ഇതൊക്കെയാണ് പൊതുവെ സ്ലീപ്പ് പാരാലിസിസ് എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അനുഭവിക്കുന്ന കാര്യങ്ങൾ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പരിശോധിക്കാം. വൈ. കാരണങ്ങൾ പലതുണ്ട്. നിങ്ങൾ ഉറക്കത്തിൽ നിന്നും ഉണരുന്ന പ്രോസസ്സിൽ ബോഡിയുടെയും മനസ്സിന്റെയും കോർഡിനേഷൻ നഷ്ടപ്പെടുന്നതാവാം. വിച്ച് മീൻസ് ചിലപ്പോൾ നിങ്ങളുടെ ബോഡി ഉറക്കത്തിൽ നിന്നും ഉണരുന്നതിനേക്കാൾ മുന്നേ മനസ്സുണരുന്നു. പക്ഷേ അവിടെ നിങ്ങളുടെ കോൺഷ്യസ് ആയുള്ള സ്റ്റേറ്റും അൺകോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റും തമ്മിൽ ഒരു മിസ്മാച്ച് സംഭവിച്ചിട്ടുണ്ടാകാം. ഇത് സ്ലീപ്പ് പാരാലിസിസിന്റെ ഒരു കാരണമാകാം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമുണ്ട്, REM അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ്. ഉറങ്ങുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് കിടക്കുകയായിരിക്കുമല്ലോ, പക്ഷേ അടച്ചു പിടിച്ച കണ്ണിനകത്ത് നിങ്ങളുടെ കൃഷ്ണമണി താഴോട്ടും മുകളിലോട്ടും പെട്ടെന്ന് അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് REM എന്ന് പറയുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ ഉണർന്നിരിക്കുന്നതിന് തുല്യമായി തന്നെ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നുണ്ടാകും, മെമ്മറീസ് ഫോം ചെയ്യുന്നുണ്ടാകും, മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഉണർന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ശരീരത്തിന് ഈ പറയുന്ന ബ്രെയിൻ കമാൻഡ്സ് അനുസരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല, പാരലൈസ്ഡ് ആയതുപോലെ തോന്നും. ആങ്സൈറ്റി, സ്ലീപ്പ് ഡിസോർഡേഴ്സ് തുടങ്ങിയ കണ്ടീഷൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ സ്ലീപ്പ് പാരാലിസിസ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. ഇനി ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ഹൗ ടു മാനേജ് സ്ലീപ്പ് പാരാലിസിസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി ഉറങ്ങുക. ക്വാളിറ്റി സ്ലീപ്പ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റെഗുലറായി ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ പാലിക്കുക. വിച്ച് മീൻസ് എല്ലാ സമയത്തും കൃത്യമായി ഒരേ സമയത്ത് ഉറങ്ങുക, ഒരേ സമയം എഴുന്നേൽക്കുക. ഉറങ്ങുന്ന സ്ഥലം വളരെ റിലാക്സിംഗ് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കുക, സമാധാനമായി ഉറങ്ങുക. ഇനി നിങ്ങൾക്ക് ഉറക്കം കുറവുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് നോക്കുക. മിക്കപ്പോഴും അത് സ്ട്രെസ് ആയിരിക്കാം. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യാം, യോഗ ചെയ്യാം, പിന്നെ എക്സസൈസസ് ചെയ്യാം. സ്ട്രെസ്സും ആങ്സൈറ്റിയും നിങ്ങളുടെ ഹെൽത്തിന് വളരെ ഡേഞ്ചറസ് ആണ്. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന അവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രൊഫഷണൽ ഹെൽത്ത് തേടുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സ്ലീപ്പ് പാരാലിസിസ് ഉള്ള ഒരാളാണെങ്കിൽ ആ സമയത്ത് തോന്നുന്ന ഹാലുസിനേഷൻസ് വളരെ നോർമൽ ആണ്, ഹാംലെസ് ആണ്. എപ്പോഴും സ്വയം ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഈ തോന്നലുകളൊക്കെ റിയൽ ആണ്, പക്ഷേ ഇങ്ങനെയൊന്നും ആക്ച്വലി സംഭവിക്കുന്നില്ല. കാരണം പറന്നു നടക്കുന്ന പ്രേതങ്ങളെയും അവരുടെ ശബ്ദങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ഇതൊക്കെ ഒരു സയന്റിഫിക് റീസൺ കൊണ്ട് സംഭവിക്കുന്നതാണെന്നും നിങ്ങൾക്ക് ഫെമിലിയർ ആയ കഥകളും യൂസ്ഡ് ആയിട്ടുള്ള വിഷ്വൽസും കോർത്തിണക്കി ബ്രെയിൻ നടത്തുന്ന ഒരു നാടകമാണ് ഇതെന്നും എപ്പോഴും ഓർക്കുക. ഫൈനലി, ഇത് അത്യാവശ്യം കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഒരുപാട് പേർ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉറക്കവും ജീവിതശൈലിയും ഒക്കെ ഒന്ന് സ്വയം വിലയിരുത്തുക. മാറ്റമില്ലെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ തേടുക. ഇത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ തന്നെയാണ്. ആദ്യം ആരോഗ്യം. തിരുവനന്തപുരത്ത് എവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാം മെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.